ഇന്നത്തെ തിരുവരങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൈബിൾ പഠിക്കാൻ ഇഷ്ടമാണോ? വചനം കേൾക്കാൻ ഇഷ്ടമാണോ? ഇന്ന് നമ്മൾ പഠിക്കുന്ന ബൈബിൾ ഭാഗം 1 സാമുവേൽ 16-ാമത്തെ അധ്യായം. അതിനകത്ത് പ്രത്യേകം പറയുന്നത് ദാവീദിൻ്റെ അഭിഷേകം. ദാവീദ് രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ദാവീദ് ചെറുപ്പത്തിൽ ഗോലിയാത്തിനെ കൊന്ന കാര്യമൊക്കെ, ഗോലിയാത്ത് മല്ലനോട് ഒരു ചെറിയ കല്ലെടുത്ത് അങ്ങ് എറിഞ്ഞപ്പോഴേ ഗോലിയാത്ത് വീണുപോയി. അതുപോലെ തന്നെ ദാവീദ് രാജാവ് എഴുതിയ സങ്കീർത്തനങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടില്ലേ? ഉണ്ടോ? ഉണ്ട്. അതുപോലെ തന്നെ ദാവീദ് രാജാവിനൊരു തെറ്റുപറ്റി. ഊറിയായുടെ ഭാര്യയെ സ്വന്തം ഭാര്യയായിട്ട് സ്വീകരിച്ചു അല്ലേ? ആ ദാവീദിനെ കുറിച്ച് നിങ്ങൾ ഒത്തിരി കേട്ടിട്ടില്ലേ? വേദപാഠ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ആ ദാവീദിൻ്റെ കുട്ടിക്കാലത്ത് ആടുകളെയൊക്കെ മേച്ചുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയാണ് ദാവീദിനെ അഭിഷേകം ചെയ്തത്? ആ ഭാഗമാണ് സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാമത്തെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നത്. നമുക്ക് ആ ഭാഗമാണ് ഇന്ന് പഠിക്കേണ്ടത്. വചനം ശരിക്കും മനസ്സിലാക്കാനും അത് വായിക്കാനും ഹൃദയത്തിൽ സൂക്ഷിക്കാനും അത് അനേകരോട് പ്രസംഗിക്കാനും അങ്ങനെ വചനത്തിൻ്റെ ഒരു അഭിഷേകം കിട്ടണമെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ദാഹിച്ച് പ്രാർത്ഥിക്കാവോ നിങ്ങൾക്ക്? വചനം പഠിക്കണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരത്തിന് വേണ്ടിയിട്ട്, കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ദാഹിച്ച് പ്രാർത്ഥിക്കണം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ആഗ്രഹത്തോടെ ദാഹത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ തരണമേ, ബൈബിൾ പഠിക്കാൻ വേണ്ട കൃപ തരണമേ, വചന ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ വേണ്ട കൃപ തരണമേ എന്ന് ദാഹത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, വചനം പഠിക്കാൻ ദാഹത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്ന ഈ മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വചനം ചോദിക്കുന്നവർക്ക് അങ്ങ് ധാരാളമായിട്ട് നൽകുന്നുണ്ടല്ലോ. ആഗ്രഹിക്കുന്നവർക്കെല്ലാം വചനത്തിൻ്റെ അഭിഷേകം നൽകി അങ്ങ് അനുഗ്രഹിക്കുന്നുണ്ടല്ലോ. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ദാഹത്തോടെ വന്നിരിക്കുന്ന ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഈശോയെ, അങ്ങയുടെ തിരുവചനങ്ങൾ അവരുടെ ഹൃദയത്തിൽ അങ്ങ് തന്നെ എഴുതി കൊടുക്കണമേ. അവരുടെ നാവുകളിൽ വചനം അങ്ങ് തന്നെ നിക്ഷേപിക്കണമേ. അവരുടെ ജീവിതത്തിലുടനീളം വചനം വഹിച്ചുകൊണ്ട് അനേകർക്ക് വചനം കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തെയും അവരായിരിക്കുന്ന സ്ഥലത്തെയും അവരെവിടെയെല്ലാം പോകുന്നു അവിടെയും അവർ പഠിക്കുന്ന സ്കൂളിനെയും അവരുടെ കൂട്ടുകാരെയും എല്ലാം ദൈവമേ അങ്ങ് വചനത്താൽ നിറയ്ക്കണമേ. ദാവീദിൻ്റെ മേൽ കർത്താവിൻ്റെ ആത്മാവിനെ കൊടുത്ത ഈശോയെ, ഈ മക്കളുടെ എല്ലാ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഈ സമയം ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥന കേട്ട് അവർക്ക് എപ്പോഴും മധ്യസ്ഥയായിട്ട് കൂടെ ഉണ്ടാകണമേ. സ്വർഗത്തിലെ എല്ലാ വിശുദ്ധരെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ഇന്നത്തെ തിരുവരങ്ങിൽ നാം പ്രത്യേകമായിട്ട് പഠിക്കുന്നത് ദാവീദിൻ്റെ അഭിഷേകമാണ്. ദാവീദിനെ അഭിഷേകം ചെയ്യുന്നത് സാമുവേൽ പ്രവാചകനാണ്. ഏത് പ്രവാചകനാണ്? സാമുവേൽ പ്രവാചകൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം സാവൂളിനെ രാജ്യത്വത്തിൽ നിന്ന് ദൈവം തിരസ്കരിച്ചു. ഇനിയൊരു രാജാവിനെ വേണം. അപ്പോൾ പ്രവാചകന്മാരിലൂടെയാണ് ദൈവം ഇസ്രായേൽ ജനത്തിന് സന്ദേശം കൊടുക്കുന്നത്. സാമുവേൽ പ്രവാചകന് ദൈവമേ, ആരെയാണ് രാജാവാക്കേണ്ടത്? അടുത്ത രാജാവ് ആരാ? ഞങ്ങൾക്കൊരു രാജാവിനെ തരണമേ. ഇന്ന് സാവൂളിനെ ദൈവം തിരസ്കരിച്ചപ്പോൾ അടുത്ത രാജാവ് ആരാന്നറിയാൻ വേണ്ടിയിട്ട് സാമുവേൽ പ്രവാചകൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രവാചകന്മാരിലൂടെ ദൈവം അരുളപ്പാട് കൊടുത്തിരുന്നു ഇസ്രായേൽ ജനത്തിന്. അപ്പം ദൈവത്തിൻ്റെ സ്വരം ഉടനെ പ്രവാചകന് കിട്ടി. എന്നിട്ട് പറഞ്ഞു, നീ ബേത്ലഹേമിലേക്ക് പോകുക, അവിടെ ഞാൻ കാണിച്ചു തരുന്ന ആളെ അഭിഷേകം ചെയ്യുക. അപ്പോൾ പ്രവാചകന് പേടിയായി. പ്രവാചകൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പുതിയൊരാളെ അഭിഷേകം ചെയ്യാൻ പോകുന്നു എന്ന് ഇപ്പം നിലവിലുള്ള സാവൂൾ രാജാവ് അറിഞ്ഞാൽ സാവൂൾ രാജാവ് എന്നെ വധിച്ചു കളയും. കാരണം ഞാൻ മാത്രമാണ് ദൈവം. എൻ്റെ വിജയസ്തംഭമെല്ലാം സ്ഥാപിച്ച് സാവൂൾ രാജാവ് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തെ മറന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം തിരസ്കരിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ സമയത്ത് ബേത്ലഹേമിലേക്ക് പുതിയൊരു രാജാവിനെ അഭിഷേകം ചെയ്യാനായിട്ട് പ്രവാചകൻ പോകുന്നു എന്ന് അറിഞ്ഞാൽ രാജാവ് വെറുതെ ഇരിക്കുമോ? അഭിഷേകം ചെയ്യുന്ന ആളെയും കൊന്നുകളയും, അഭിഷേകം ചെയ്യാനായിട്ട് പോകുന്ന പ്രവാചകനെയും കൊന്നുകളയും. അപ്പം വീണ്ടും ദൈവസന്നിധിയിൽ ചോദിച്ചു, ദൈവമേ,
ഞാൻ ഇങ്ങനെ ഒരു ദൗത്യമായിട്ട് പോയാൽ എങ്ങനെ അവിടെ എത്താൻ പറ്റും? അങ്ങയുടെ ദൗത്യം എനിക്ക് എങ്ങനെ നിറവേറ്റാൻ പറ്റും? അപ്പോൾ ദൈവം പറഞ്ഞു കൊടുത്തു, നീ കൂടത്തിൽ ഒരു പശുക്കിടാവിനെയും കൂടെ കൊണ്ടുപോക്കോ. ആരെങ്കിലും നിന്നോട് എവിടെയാ പോകുന്നതെന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് അങ്ങ് പറഞ്ഞോ, ഞാൻ ദൈവത്തിന് ബലിയർപ്പിക്കാൻ പോവാം. പ്രവാചകനല്ലേ, ദൈവത്തിന് ബലിയർപ്പിക്കാൻ പോകുന്ന ആരും തടയല്ല. അതുകൊണ്ട് ദൈവത്തിന് ബലിയർപ്പിക്കാൻ ഞാൻ പോകുകയാണെന്ന് നീ എല്ലാവരോടും അങ്ങ് പറഞ്ഞേക്കാൻ പറഞ്ഞു. അതിൻ പ്രകാരം പ്രവാചകനൊരു പശുക്കിടാവിനെയും കൊണ്ട് ബേത്ലഹേമിലേക്ക് പോവുക. അപ്പം ബേത്ലഹേമിലുള്ള ആളുകളെല്ലാം അറിഞ്ഞു, പ്രവാചകനെല്ലാം ഒരുമിച്ച് ചേർന്നു, ആൾക്കാരെല്ലാം ഒരുമിച്ച് കൂടി, ജനങ്ങളെല്ലാം ഒരുമിച്ച് വന്നു. ഇസ്രായേൽക്കാർക്ക് വലിയ സന്തോഷമാണ്, പ്രവാചകനല്ലേ വരുന്നത്. പക്ഷെ അവർക്കൊരല്പം ഭയവും ഉണ്ട്, എന്തിനാണാവോ പ്രവാചകൻ വരുന്നത്? അപ്പം വേറൊരാൾ ചോദിച്ചു, നമ്മൾ ദൈവത്തിനെതിരെ വല്ലതും തെറ്റും ചെയ്തിട്ട് നമുക്ക് വല്ല ശിക്ഷയും പറയാൻ പ്രവാചകൻ വരുന്നതാണോ? കാരണം ദൈവം സംസാരിക്കുന്ന ആരിലൂടെയാണ്? അപ്പം നമുക്ക് വല്ല ശിക്ഷയാണോ? അപ്പോൾ അടുത്തയാൾ പറഞ്ഞു, അല്ല, അനുഗ്രഹമായിരിക്കും, നമ്മളാരും ദൈവത്തെ ധിക്കരിച്ചില്ലല്ലോ. രാജാവ് ധിക്കരിച്ച കാര്യം വല്ല ഇവർക്കറിയാവോ? നമ്മളാരും ദൈവത്തിനെതിരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇങ്ങനെ അവിടുത്തെ ജനങ്ങൾ, ഇസ്രായേൽ ജനം പേടിച്ചിരിക്കുക. ബേത്ലഹേമിലേക്ക് പ്രവാചകൻ വരുന്നെന്ന് കേട്ടപ്പം പ്രവാചകൻ വന്നപ്പോൾ എല്ലാവരും സാഷ്ടാംഗ പ്രണാമം ചെയ്ത്, പ്രവാചകൻ എന്തിനാണ് വരുന്നത്? അപ്പം അതിന് നേതാവ് ചോദിച്ചു, അല്ലയോ പ്രവാചക, അങ്ങയുടെ വരവ് ശുഭസൂചകമാണോ, സന്തോഷകരമാണോ, അതോ ദുഃഖമാണോ? ഞങ്ങൾ എന്താണ് കേൾക്കാൻ പോകുന്നത്? നല്ല വാർത്തയോ ചീത്ത വാർത്തയോ, സന്തോഷമുള്ള വാർത്തയോ സങ്കടമുള്ള വാർത്തയോ? അപ്പോൾ പ്രവാചകൻ പതുക്കെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, നല്ല കാര്യം തന്നെ, ശുഭവാർത്ത തന്നെ. ഞാൻ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്ന, നിങ്ങളോടൊപ്പം കർത്താവിന് ബലിയർപ്പിക്കാനാണ്. അത് കേട്ടപ്പോൾ ഇസ്രായേൽ ജനത്തിന് വലിയ സന്തോഷമായി. ശിക്ഷയൊന്നും അല്ലല്ലോ, ആരും ഇവിടെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആരെങ്കിലും തെറ്റ് ചെയ്തോന്ന് അറിയാവോ? നമ്മുടെ കുടുംബത്തിൽ തന്നെ പലവരും തെറ്റ് ചെയ്യുന്നതുകൊണ്ട് അറിയാവോ? ഈ വചനം പഠിക്കുമ്പോഴും നമ്മളും അതുപോലെ ചിന്തിക്കണം. എൻ്റെ ദൈവമേ, ഞാനോ എൻ്റെ കുടുംബത്തിലുള്ളവരോ എൻ്റെ മാതാപിതാക്കന്മാരോ എൻ്റെ സഹോദരങ്ങളോ ആരെങ്കിലും ദൈവത്തിനെതിരെ വല്ലതും പ്രവർത്തിക്കുന്നുണ്ടോ എന്നുകൂടി നമ്മൾ നോക്കണം. ഉണ്ടെങ്കിൽ അവരോട് പറയണം, അവർക്ക് വേണ്ടി ദൈവത്തോട് മാപ്പ് ചോദിക്കണം, ദൈവമേ തെറ്റിപ്പോയി ക്ഷമിക്കണമേ എന്ന്. ഈ പ്രവാചകൻ ഇവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും പോയി ശുദ്ധീകരിച്ചിട്ട് വരിക. ദൈവത്തിന് ബലിയർപ്പിക്കാൻ തന്നെ തന്നെ ശുദ്ധീകരിച്ചിട്ട് എല്ലാവരും ഉടൻ തന്നെ വരാൻ പറയണം. ഇസ്രായേൽ ജനം സാമുവേൽ പ്രവാചകൻ്റെ വരവ് എതിരേൽക്കാനായിട്ട് ഒരുമിച്ച് കൂടി. അവർക്കുള്ളിൽ ഭയമാണ്. പ്രവാചകൻ വരുന്നത് നല്ല കാര്യത്തിനാണോ ചീത്ത കാര്യത്തിനാണോ, സങ്കടകരമായ കാര്യത്തിനാണോ സന്തോഷകരമായ കാര്യത്തിനാണോ? നമ്മുടെ ഇടയിൽ ആരെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പന തിരസ്കരിച്ചോ, എന്തെങ്കിലും പാപം ചെയ്തോ? പ്രവാചകനിലൂടെ ദൈവം എന്താണാവോ കേൾക്കാൻ പോകുന്നത്? അങ്ങനെ പ്രവാചകൻ വന്നപ്പോൾ അതിനകത്തെ നേതാവ് വന്ന് ചോദിക്കുക, അല്ലയോ പ്രവാചക, അങ്ങയുടെ വരവ് ശുഭസൂചകമോ? പ്രവാചകൻ പറഞ്ഞു, അതെ, നല്ല കാര്യം തന്നെ. ഞാൻ ദൈവത്തിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുക. നിങ്ങളെല്ലാവരും ശുദ്ധീകരിച്ച് ബലിയർപ്പിക്കാൻ എന്നോടൊപ്പം വരാൻ പറഞ്ഞു. ആ കൂടെ ജസ്സ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ 7 മക്കളും ആ കൂടെയുണ്ട്. പറഞ്ഞു, ജസ്സേ, നീയും നിൻ്റെ മക്കളും പോയി ബലിയർപ്പിക്കാനായിട്ട് വരാൻ പറഞ്ഞു, ശുദ്ധീകരിക്കണം, അതിനുവേണ്ടി പോയി ശുദ്ധീകരിക്കാൻ പറഞ്ഞു. ഈ ജസ്സ എന്ന് പറയുന്നത് ദാവീദിൻ്റെ പിതാവാണ്. അപ്പോൾ അവരെല്ലാം പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ശുദ്ധീകരിച്ച് വന്നു. ഈ പ്രവാചകൻ വന്നത് ബലിയർപ്പിക്കാനാണോ? അല്ല. എന്തിനാ വന്നത്? ദാവീദിനെ അഭിഷേകം ചെയ്യാനാ. ജസ്സയുടെ പുത്രനാണ് ദാവീദ്. ദാവീദിനെ അഭിഷേകം ചെയ്യാനാ. പക്ഷേ ദാവീദ് ആരാന്നൊന്നും അറിയാവോ? ഇല്ല. ഞാൻ കാണിച്ചു തരാം, നീ അങ്ങ് പൊക്കോ, ഞാൻ കാണിച്ചു തരുമ്പോൾ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. അപ്പം ജസ്സയുടെ മകനെയാണ് അഭിഷേകം ചെയ്തത്. ഏത് മകനെയാണെന്ന് അറിയത്തില്ല. അപ്പം എന്താ ജസ്സയോട് ചോദിച്ചു, നിൻ്റെ മക്കളൊക്കെ ആരാ? അപ്പം ജസ്സ ഓരോ മകനെയും കൂട്ടിക്കൊണ്ട് വന്നു. ഇതെൻ്റെ മൂത്ത പുത്രൻ എലിയാദാവ്. അപ്പം ഇവനെയാണോ ബലിയർപ്പിക്കണേ? ഇപ്പം രാജാവ് അല്ല, സാമുവേൽ പ്രവാചകൻ മൊത്തം എല്ലാവരെയും ഒന്ന് നോക്കി. രാജാവാകാൻ ഒരു യോഗ്യതയും ഒരാകാര ഭംഗിയും ഒരു മിടുക്കും ഒരു നല്ല വ്യക്തിത്വമൊക്കെയുള്ള ആളെയൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കി കഴിഞ്ഞപ്പം പ്രവാചകന് തോന്നി, ഈ ഒന്നാമത്തെ ആള് മൂത്ത പുത്രൻ ഇവൻ തന്നെയാണ്, പതുക്കെ അവനെ അഭിഷേകം ചെയ്തേക്കാം എന്നൊക്കെ ഓർത്തുകൊണ്ട് അടുത്ത് ചെന്നപ്പം ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, ഇവനല്ല. നീ ആകാര ഭംഗിയൊന്നും നോക്കിയിട്ട് കാര്യമില്ല, ശരീരത്തിൻ്റെ വെടിവൊന്നും നോക്കിയിട്ട് കാര്യമില്ല, ഹൃദയഭാവമാണ് ഞാൻ നോക്കുന്നത്, ഇവനല്ല. എന്നാൽ രണ്ടാമത്തെ ആളായിരിക്കും. അഭിനാദാവ്, അവനെ മാറ്റി നിർത്തി.
അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു അവനും അല്ല. അവൻ ജസ്സെ പറഞ്ഞു ഇതാ ഷമ്മ എൻ്റെ മൂന്നാമത്തെ പുത്രൻ. എന്നാൽ ഇവനെ ആയിരിക്കും അഭിഷേകം ചെയ്തിട്ടുണ്ട് എന്നോർത്തുകൊണ്ട് കയ്യിൽ തൈലവും കുഴലും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആ തൈലം എടുത്തുകൊണ്ട് മൂന്നാമത്തെ പുത്രൻ്റെ അടുക്കിലേക്ക് ചെന്നു. മൂന്നാമത്തെ പുത്രൻ്റെ അടുക്കിലേക്ക് വന്നപ്പം ദൈവം പറഞ്ഞു അല്ല ഇവനുമല്ല. ഇനിയിപ്പോൾ ആരാവാ? അങ്ങനെ എല്ലാ പുത്രന്മാരുടെ അടുത്ത് വന്നു. ജസ്സെ കാണിച്ചു കൊടുത്തു. 1, 2, 3, 4 ഓരോരുത്തരുടെ അടുത്ത് വന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചു. പ്രവാചകനോട് ദൈവം പറഞ്ഞു ഇവരൊന്നും അല്ല. ജസ്സയുടെ എല്ലാ മക്കളുമായി. അപ്പോൾ ജസ്സയോട് ചോദിച്ചു നിൻ്റെ മക്കളെല്ലാം ആയോ? എൻ്റെ മക്കളൊക്കെ ആയി. ഇവനെ ആ ഇളയ കൊച്ചുണ്ട് ആ ബാലനെ. അവനിപ്പം ഇവിടെ ഇല്ല, ബലിയർപ്പിക്കാനും വന്നിട്ടില്ല. കുഞ്ഞു കൊച്ചല്ലേ, ബലിയർപ്പിക്കാനും വന്നിട്ടില്ല. നിൻ്റെ എല്ലാ പുത്രന്മാരും ഇല്ലേ? ഇല്ല. അവനെന്തേ? അവൻ ആടിനെ തീറ്റാൻ പോയതാ. മുതിർന്നവരല്ലേ ബലിയർപ്പിക്കാൻ വരുന്നത്. അവൻ കുഞ്ഞു കൊച്ചാ. അവൻ ബലിയർപ്പിക്കാനായിട്ടൊന്നും വരാണ്ട കാര്യമില്ല. അവൻ ആടിനെ തീറ്റി നടക്കുക. സാമുവേൽ പ്രവാചകൻ പറഞ്ഞു ഉടൻ തന്നെ ആളെ വിട്ട് അവനെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. ജസ്സെ വേഗം ആളെ വിട്ട് അവനെ കൊണ്ടുവന്നു. അവൻ വന്നപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ. ഇവൻ്റെ അടുക്കൽ പ്രവാചകൻ പതുക്കെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ദൈവം പ്രവാചകനോട് പറഞ്ഞു അതെ ഈ ബാലൻ ഇവനെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. നീ അഭിഷേകം ചെയ്യേണ്ടത് ഇവനെ തന്നെയാണ്. പ്രവാചകന് കാര്യം മനസ്സിലായി. പ്രവാചകൻ അവനെ അഭിഷേകം ചെയ്തു, രാജാവാക്കി അഭിഷേകം ചെയ്തു. കൊച്ചു ബാലനെ. ആ നിമിഷം മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് വചനം പറയുന്നത്. 16-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം പറയുന്നത് അങ്ങനെയാണ്. സാമുവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്ത ആ നിമിഷം മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ ശക്തമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് മല്ലനായ ഗോലിയാത്തിനെയൊക്കെ പിന്നീട് ദാവീദ് ഒരു ചെറിയ കല്ലെറിഞ്ഞ് വീഴ്ത്തുന്നത്. ദാവീദിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വളരെ ശക്തമായിട്ട് പ്രകടമാക്കിയപ്പോൾ ദാവീദ് യുദ്ധത്തിലെല്ലാം വിജയിച്ചുകൊണ്ടിരുന്നു. ദാവീദ് ചെയ്യുന്നതെല്ലാം ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ശക്തമായ ഒരു അഭിഷേകത്തോടു കൂടിയാണ് ദാവീദ് തൻ്റെ ബാല്യകാലത്തിൽ വ്യാപരിച്ചത്. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവം എന്തൊക്കെ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചു അതെല്ലാം ദാവീദിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇതാണ് ദാവീദിൻ്റെ അഭിഷേകം എന്ന ഭാഗത്ത് നമുക്ക് വചനത്തിൽ കേൾക്കാനായിട്ട് സാധിക്കുന്നു, വായിക്കാനായിട്ട് സാധിക്കുന്നു. എല്ലാവർക്കും ഇത് ഇഷ്ടമായോ? ഇത് നമുക്കൊരു സ്കിറ്റായിട്ട് കളിക്കാൻ പറ്റുമോ? പറ്റും. ദാവീദിൻ്റെ അഭിഷേകം ചെയ്യുന്ന ആ ഭാഗം സാമുവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം 16-ാമത്തെ അധ്യായം നിങ്ങൾ തുറന്ന് വായിച്ച് ആ സംഭവം നന്നായിട്ട് ഗ്രഹിച്ച് നിങ്ങൾ തന്നെ അതിനാവശ്യമായ ഡയലോഗുകളെല്ലാം എഴുതി ഒരു സ്കിറ്റുണ്ടാക്കി നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന വസ്ത്രമൊക്കെ ഉപയോഗിച്ച് സ്കിറ്റ് നിങ്ങൾക്കിപ്പോൾ കളിക്കാൻ സാധിക്കുമോ? നമ്മുടെ കൂട്ടുകാർ കളിക്കുന്ന ഈ സ്കിറ്റ് നമുക്കിപ്പോൾ ഈ സമയം ആസ്വദിക്കാം. സാമുവേൽ, സാമുവേൽ. കർത്താവേ, ഇതാ ദാസൻ, അരുളി ചെയ്താലും. സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. അവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നില്ല. ഇസ്രായേലിൻ്റെ രാജത്വത്തിൽ നിന്ന് സാവൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. സാവൂളിനോട് കരുണ കാണിക്കണമേ, അവന്റെ അപരാധങ്ങൾ ക്ഷമിക്കണമേ. അവനെ ഓർത്ത് നീ എത്ര നാൾ വിലപിക്കും? എഴുന്നേൽക്കുക, കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ എങ്ങനെ പോകും? സൗൾ ഇതറിഞ്ഞാൽ എന്നെ കൊന്നുകളയും. ഒരു പശുക്കിടാവിനെയും കൂടെ കൊണ്ടുപോവുക. കർത്താവിന് ബലിയർപ്പിക്കുവാൻ വന്നിരിക്കുകയാണെന്ന് പറയുക. ജസ്സയെയും ബലിയർപ്പണത്തിന് ക്ഷണിക്കുക. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറയുന്നവനെ എനിക്കായി നീ അഭിഷേകം ചെയ്യണം. ജസ്സയുടെ പുത്രനെ ഞാൻ
ഞാൻ അഭിഷേകം ചെയ്യണമെന്നോ? എങ്കിലുടൻ കുഴലിൽ തൈലം നിറച്ച് ബെത്ലഹേമിലേക്ക് പോകാം. അല്ലയോ ശ്രേഷ്ഠന്മാരെ, സാമുവേൽ പ്രവാചകൻ ഇവിടേക്ക് വരുന്നുവെന്ന് കേട്ടത് സത്യമാണോ? സത്യമാണ്. എന്തിനാണ് വരുന്നതെന്ന് ആർക്കും അറിയില്ല. ഈ ബെത്ലഹേമിൽ ആരെങ്കിലും കർത്താവിനെതിരായി എന്തെങ്കിലും പ്രവർത്തിച്ചോ? ഒന്നും അറിയില്ല. നിങ്ങൾ എന്തിനു പരിഭ്രമിക്കുന്നു? സാമുവേൽ പ്രവാചകൻ നമ്മുടെ സുഖവിശേഷം അന്വേഷിക്കാൻ വരുന്നതാവും. എന്തിനാണാവോ പ്രവാചകൻ വരുന്നത്? അതോ പ്രവാചകൻ എത്തിയല്ലോ. അല്ലയോ സാമുവേൽ പ്രവാചക, അങ്ങയുടെ വരവ് ശുഭസൂചകമോ? അതെ, ഞാൻ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുകയാണ്. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് എന്നോടൊത്ത് വരുവേ. പോയി എല്ലാവരും ശുദ്ധീകരിച്ചു വരിക. ജസേ, നീയും നിന്റെ പുത്രന്മാരും ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് വരിക. ശരി, അങ്ങനെയാകാം. കർത്താവേ, ഇതാ ഞാൻ കുഴലിൽ തൈലവുമായി വന്നിരിക്കുന്നു. ആരെയാണ് ഞാൻ അങ്ങേയ്ക്കായി അഭിഷേകം ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരണമേ. സാമുവേൽ, ഇതാ ഞാനും എന്റെ പുത്രന്മാരും ശുദ്ധീകരിച്ച് അങ്ങയുടെ കൂടെ ബലിയർപ്പണത്തിനായി എത്തിയിരിക്കുന്നു. നിന്റെ പേരെന്താണ്? ഞാൻ ഏലിയാബ്, ജസ്സയുടെ മൂത്ത പുത്രൻ. അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട. അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ഇവനെയല്ല കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവൻ എന്റെ രണ്ടാമത്തെ പുത്രൻ അഭിനാദാവ്. ഇവനെയുമല്ല കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് എന്റെ മൂന്നാമത്തെ പുത്രൻ ഷമ്മ. ഇവനെയല്ലല്ലോ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് എന്റെ നാലാമത്തെ പുത്രൻ. അല്ലല്ല, ഇവനെയല്ല. ഇത് എന്റെ അഞ്ചാമത്തെ പുത്രൻ. അല്ലല്ല, ഇവനെയല്ല കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവൻ എന്റെ ആറാമത്തെ പുത്രൻ.
ഇവനെ അല്ലല്ലോ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ജോസേ, ഇവരെ ആരെയും കർത്താവ് തെരഞ്ഞെടുത്തിട്ടില്ല. നിന്റെ പുത്രന്മാർ എല്ലാവരും ആയോ? ഇനി ഇളയ പുത്രനുണ്ട്. അവൻ ബാലനാണ്. ആടുകളെ മേയ്ക്കാൻ പോയിരിക്കുകയാണ്. അവനെ ആളയച്ച് ഉടൻ വരുത്തുക. അവൻ വന്നിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കൂ. വേഗം പോയി ദാവീദിനെ വിളിച്ചുകൊണ്ട് വരിക. സാമുവേൽ എഴുന്നേറ്റ് അവനെ എനിക്കായി അഭിഷേകം ചെയ്യുക. തെരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവൻ തന്നെ. ദാവീദ്, കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് എപ്പോഴും നിന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. ദാവീദ്, കർത്താവിന്റെ ആത്മാവ് എപ്പോഴും നിന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. സ്കിറ്റ് എല്ലാവർക്കും ഇഷ്ടമായോ? നമ്മുടെ കൂട്ടുകാർ നന്നായിട്ട് കളിച്ചല്ലേ? നമ്മുടെ സാമുവേൽ പ്രവാചകൻ നന്നായിട്ട് അഭിനയിച്ചു, ദാവീദ് നന്നായിട്ട് അഭിനയിച്ചു. കണ്ടോ, ഇപ്പം നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് ഈ തിരുവരങ്ങിലൂടെ വന്നതോടുകൂടി നിങ്ങൾക്ക് എന്തുമാത്രം സ്കിറ്റ് കളിക്കാൻ സാധിക്കുന്നുണ്ട്. സ്കിറ്റ് തന്നെ എഴുതാനായിട്ട് സാധിക്കുന്നില്ലേ? നിങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവില്ലേ? നിങ്ങൾക്ക് വചനം വായിക്കാൻ പറ്റുന്നില്ലേ? വചനം വായിച്ച് സ്കിറ്റ് ഉണ്ടാക്കി സ്കിറ്റ് കളിക്കാനായിട്ട് ദൈവത്തിൻ്റെ കൃപ വേണം. ഇപ്പം ദാവീദിൻ്റെ മേൽ, കുഞ്ഞു ദാവീദിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് പ്രവർത്തിച്ചെന്നാണ് പറഞ്ഞത്. അതുപോലെ ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേലും പ്രവർത്തിക്കുന്നുണ്ട്. ശരിയാണോ? അതെ. അപ്പോൾ ഇതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ പ്രവർത്തിക്കുമ്പോൾ നമുക്കും ഇതുപോലെ സ്കിറ്റ് എഴുതാനും കളിക്കാനും ഒക്കെ സാധിക്കും. നമുക്ക് 16-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വചനം നമുക്കെല്ലാവർക്കും ഒന്ന് ഉറക്കെ പറയാം. അന്നു മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി പ്രവർത്തിച്ചു. അന്നു മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി പ്രവർത്തിച്ചു. ഇത് നമ്മൾ പറയുമ്പോഴുണ്ടല്ലോ, ഈ വചനം നമ്മൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ മേലും ശക്തമായിട്ട് പ്രവർത്തിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് രാത്രി നടക്കുമ്പോൾ പേടിയുണ്ടെന്ന് വിചാരിച്ചോ, ഈ വചനം ഒന്ന് പറയണം. ഈ വചനം കാണാതെ പഠിക്കണം. വചനം കാണാതെ പഠിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യം കിട്ടും, പരിശുദ്ധാത്മാവിൻ്റെ കൃപ കിട്ടും. ഒരിക്കൽ 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന ഒരു കുട്ടിക്ക് ഭയമായിരുന്നു. പരീക്ഷ എഴുതാൻ തുടങ്ങി കഴിയുമ്പോഴേ എല്ലാം വിയർത്തിട്ട് പരീക്ഷ എഴുതാൻ പറ്റുകയില്ല, ഭയമാണ്. ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവേ എൻ്റെ മേൽ വരണമേ, ദൈവത്തിൻ്റെ ആത്മാവേ എൻ്റെ മേൽ വരണമേ എന്ന് ഏത് പരീക്ഷാ ഹാളിലിരുന്നും ഒരു 10 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്ന് വല്ല കുട്ടി അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരീക്ഷ എഴുതാൻ പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ആത്മാവേ എൻ്റെ മേൽ വരണമേ, ദൈവത്തിൻ്റെ ആത്മാവേ എൻ്റെ മേൽ വരണമേ. പരിശുദ്ധാത്മാവിനെ കൂട്ടി വിളിച്ചു. പരിശുദ്ധാത്മാവിനെ കൂട്ടി വിളിച്ചുകൊണ്ട് നമ്മൾ പരീക്ഷ എഴുതുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്താൽ വേഗം പഠിക്കാൻ പറ്റും. ഈ സ്കിറ്റ് എഴുതാൻ നേരത്ത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ? സ്കിറ്റ് കളിക്കാൻ നേരത്ത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ? ഇതുപോലെയാണ് നമ്മൾ എന്ത് കാര്യം ചെയ്താലും. ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടെ, ഒരു രോഗിയെ കാണാൻ പോക്കെ, പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിച്ച് നമ്മൾ കൈകൾ രോഗികളുടെ മേൽ പ്രവർത്തിച്ചാൽ പോലും നമുക്ക് രോഗിക്ക് സൗഖ്യം കിട്ടും. നിങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇതുപോലെ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് ചേർന്നുകൊണ്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പരീക്ഷ എഴുതുമ്പോഴും പിന്നെ ആരെങ്കിലുമൊക്കെ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കൊച്ചു ത്രേസ്യാ പുണ്യവതിയൊക്കെ അങ്ങനെയായിരുന്നു അല്ലേ? ആരെങ്കിലും തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടുകൂടി നിങ്ങൾ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർ മാനസാന്തരപ്പെട്ടോളും. നമ്മുടെ ആരുടെയെങ്കിലും അപ്പനോ അമ്മയോ ഒക്കെ തെറ്റിൽ മുഴുകിയോ അല്ലെങ്കിൽ മദ്യത്തിന് അടിമപ്പെട്ടോ ഏതെങ്കിലും പാപത്തിന് അടിമപ്പെട്ടോ നമ്മുടെ അയൽവാസികളോ
ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂട്ടി വിളിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടുകൂടി കൊച്ചു ത്രേസ്യാ പുണ്യവതി പ്രാർത്ഥിച്ചതുപോലെ അവർക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിച്ചേ. ദൈവം അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇഷ്ടംപോലെ അനുഭവങ്ങൾ, ഇപ്പോൾ സിസ്റ്റർ പറയുന്ന പോലെ നിങ്ങൾക്കും പറയാനായിട്ട് ദൈവം അനുഭവങ്ങൾ നിങ്ങൾക്ക് നൽകും. എത്രയോ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, ശക്തനായവനിലൂടെ ഞാൻ പരീക്ഷ നന്നായിട്ട് എഴുതി, എന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തോടു കൂടി ഞാൻ യാത്ര ചെയ്തപ്പോൾ എല്ലാ ആപത്തും അപകടവും മാറിപ്പോയി. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ സാക്ഷ്യം പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടുകൂടി നിങ്ങൾക്കും വ്യാപരിക്കാൻ പറ്റുമോ? നമുക്കങ്ങനെയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഇന്ന് മുതൽ എന്നും പ്രാർത്ഥിക്കണം, ദാവീദിൻ്റെ മേൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവേ എൻ്റെ മേലും വരണമേ എന്ന്. നമുക്ക് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നല്ല യേശുവേ, അങ്ങയുടെ സന്നിധാനത്തിലെയും മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ അങ്ങ് ഈ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ. ദാവീദിൻ്റെ മേൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ എഴുന്നള്ളി വരണമേ. അന്ന് മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ ശക്തമായി പ്രവർത്തിച്ചു. ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥന നടത്തുമ്പോഴും ഇന്ന് ഈ തിരുവചനം പഠിക്കുമ്പോഴും ദൈവമേ, ഇന്ന് മുതൽ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ പ്രവർത്തനം ശക്തമായിട്ട് ഞങ്ങളുടെ മേലും ഉണ്ടാകണമേ. അങ്ങനെ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരുവാനായിട്ട്, ഈ കുഞ്ഞുങ്ങൾ പോകുന്നിടത്തെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഉണ്ടാകുവാനായിട്ട്, ഇവർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സൗഖ്യം കൊടുക്കുവാനായിട്ട് ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പ്രയാസമുള്ള പാഠങ്ങൾ പഠിക്കുമ്പോൾ, പ്രയാസമുള്ള ജോലികൾ ചെയ്യുമ്പോൾ, ബുദ്ധിമുട്ടുള്ള കലാപരിപാടികൾ ചെയ്യുമ്പോൾ, ഇവർക്കാവശ്യമായ പ്രോജക്റ്റുകൾ തയ്യാറാക്കുമ്പോൾ, അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളിലേക്ക് ഇവർ കടക്കുമ്പോൾ ദൈവമേ, അങ്ങയുടെ ആത്മാവിൻ്റെ കൃപയാൽ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ആവാസത്താൽ ദാവീദിനെ പോലെ ഇവരും തൊടുന്നതെല്ലാം പൊന്നാകുവാൻ, ചെയ്യുന്നതെല്ലാം വിജയിക്കുവാനായിട്ട് അങ്ങയുടെ വലിയ കൃപ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അനുഗ്രഹം ദൈവമേ അങ്ങ് ഇവർക്ക് ഓരോരുത്തർക്കും നൽകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ധാരാളമായിട്ട് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചു തരുവാനായിട്ട് അങ്ങയുടെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. എല്ലാ വിശുദ്ധരെ, മലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവേ നന്ദി, യേശോയെ നന്ദി, യേശോയെ സ്തുതി, യേശോയെ ആരാധന. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും പരസ്പരം ഒന്ന് സ്തുതി ചെല്ലിക്കേ. ഇന്ന് വീട്ടിലേക്ക് ചെന്ന് ഈ ബൈബിൾ ഭാഗം വായിച്ച് ദാവീദിൻ്റെ മേൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. അങ്ങനെ വരുമ്പോൾ ദാവീദ് സങ്കീർത്തനം രചിച്ചതുപോലെ നിങ്ങൾക്കും സ്വയം പ്രേരിതമായിട്ട് ഹൃദയത്തിൽ നിന്ന് പാട്ടായിട്ട്, പ്രാർത്ഥനകളായിട്ട്, സ്തുതിഗീതങ്ങളായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും. ഇത്ര ചെറുപ്പത്തിലെ 10, 12 ഒക്കെ വയസ്സുള്ളപ്പോഴേ ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമാണ്. ടീച്ചറിനറിയാം, നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ സ്തുതികളോടുകൂടി ദൈവത്തെ സ്തുതിക്കുന്നുണ്ടല്ലേ. നമ്മൾ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉള്ളിൽ നിന്ന് സ്വയം പ്രേരിതമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കവിത എഴുതാൻ ആഗ്രഹിക്കുന്നവർ, നമ്മൾ ധാരാളം പ്രേക്ഷിതരുടെയും ധാരാളം അച്ഛന്മാരൊക്കെ തന്നെ കവിതകൾ, പാട്ടുകൾ, സ്തുതിഗീതങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ. ഇനിയുള്ള കാലം നിങ്ങളാണ് എഴുതേണ്ടത്. അതിന് ആരുടെ കൃപ വേണം? പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായം വേണം. പരിശുദ്ധാത്മ നമ്മളെ കൈപിടിച്ചെഴുതിക്കും. ദൈവം നമുക്ക് പറഞ്ഞു തരും വരികൾ. അപ്പോൾ ഇന്ന് മുതൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായിട്ട് നമുക്ക് വളരണം കേട്ടോ. എല്ലാവർക്കും സ്തുതി.